ഞങ്ങൾ പൊന്നാങ്കണ്ണി പറിക്കാൻ വേണ്ടിയിട്ട് വയലിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാനും മോനും പൊന്നും ഉണ്ട്. അപ്പോൾ ഇഞ്ചിയൊക്കെ പറിച്ചിട്ട് വയലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. നിറയെ പൊന്നാങ്കണ്ണി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ്. ഈ ചാലിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പൊന്നാങ്കണ്ണിയായിട്ട്. അതൊക്കെ ഒന്ന് നുള്ളിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇലക്കറി കഴിക്കുന്നതൊക്കെ നല്ലതല്ലേ. അപ്പോൾ ചാലിലൊക്കെ കുറേ കാണാനുണ്ട് കേട്ടോ. പിന്നെ ഇത് വയനാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇലക്കറികൾ ഇഷ്ടംപോലെ നമുക്ക് വയലുകളിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാൻ കിട്ടും. അപ്പോൾ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് വലിച്ച് പറിച്ചെടുത്താണ്. പിന്നെ അതൊക്കെ ഒന്ന് നുള്ളിയെടുക്കണം. അതിൻ്റെ ഞെട്ട് മാത്രം, നല്ല ഭാഗം മാത്രം നുള്ളിയെടുത്ത് ഉപ്പേരി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് പൊന്നും മോനോട് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മറ്റേ അപ്പൂപ്പന്താടിയൊക്കെ പറിച്ച് അവർ കളിയാണ്. അപ്പം ഇന്ന് മഴയൊക്കെ പെയ്തിട്ട് അധികം വെയിലില്ലാത്തൊരു സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇലക്കറിയൊക്കെ പറിച്ചെടുക്കാൻ സുഖമായിരുന്നു. അപ്പോൾ ഇലയൊക്കെ പറിച്ച് നന്നായി കഴുകി വൃത്തിയായി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചമുളക്, ചതച്ച വെളുത്തുള്ളി, സവാള ഇത്രയും നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. മൂത്ത് വരുന്നുണ്ട് കേട്ടോ. മൂത്ത് വരുമ്പോൾ നമുക്ക് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇല ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക. ചെറുതായി ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് പൊടിയുപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊന്നാങ്കണ്ണി ആർക്കെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ വയലിലൊക്കെ ഒന്ന് പോയി പറിച്ചൊക്കെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. ആരെങ്കിലും ഇതുപോലെ ഉപ്പേരി വെച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക.